നമസ്കാരം. ഇത്തവണത്തെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മികച്ച ഫോമിൽ കളിച്ചു തുടങ്ങിയ സഞ്ജു സാംസണ് പക്ഷെ പ്രതീക്ഷിച്ച പ്രകടനം പിന്നീടുള്ള ടൂർണമെന്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 2 മത്സരങ്ങളിൽ മാത്രമാണ് ടൂർണമെന്റിൽ സഞ്ജുവിന് തിളങ്ങാനായത്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആന്ധ്രയോട് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയതോടെ കേരളത്തിന്റെ നോക്കൌട്ട് സാധ്യതകൾക്കും തിരിച്ചടിയേറ്റു. ആന്ധ്ര മുംബൈ മത്സരഫലത്തെ ആശ്രയിച്ചായിരിക്കും ഇനി ടൂർണമെന്റിൽ കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷ. അതേസമയം കേരളം നോക്കൌട്ട് കാണാതെ പുറത്തായാൽ സഞ്ജു സാംസന്റെ വെടിക്കെട്ട് കാണാൻ കാത്തിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഉറപ്പാണ്. എന്നാൽ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം നോക്കൌട്ട് കാണാതെ പുറത്തായാലും സഞ്ജുവിനെ ഈ മാസം വീണ്ടും കളിക്കളത്തിൽ കാണാൻ സാധിക്കും. സയ്യിദ് മുസ്താഖ് അലി ട്രോഫി അവസാനിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിലെ മറ്റൊരു പ്രധാന ആഭ്യന്തര ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫി തുടങ്ങാനിരിക്കുകയാണ്. ഈ ടൂർണമെന്റിലാകും സഞ്ജു ഇനി കളത്തിലിറങ്ങാൻ പോകുന്നത്. ഏകദിന മത്സരങ്ങളാണ് വിജയ് ഹസാരെ ട്രോഫിയിലുള്ളത്. ഡിസംബർ 23-ാം തീയതിയാണ് ടൂർണമെന്റിൽ കേരളത്തിന്റെ ആദ്യ മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് സഞ്ജുവിന് മുന്നിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷം നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലാണ് സഞ്ജു അവസാനമായി ഇന്ത്യയുടെ ഏകദിന ടീം ജേഴ്സി അണിഞ്ഞത്. അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും പിന്നീട് താരത്തെ ഏകദിന ടീമിലേക്ക് ഇന്ത്യ പരിഗണിച്ചിട്ടില്ല. ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ഏകദിന ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫിയിൽ മികവ് കാട്ടാൻ സാധിച്ചാൽ വീണ്ടും സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഏകദിന ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താനും സഞ്ജുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാനുണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഏകദിനത്തിൽ ഇന്ത്യക്കായി മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു സാംസൺ. 16 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഈ 30-കാരൻ 56.66 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസാണ് സമ്പാദ്യമായി എടുത്തത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും മോശമല്ലാത്ത റെക്കോർഡ് സഞ്ജുവിന് അവകാശപ്പെടാനുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 65 മത്സരങ്ങൾ കളിച്ച സഞ്ജു 39.12 ബാറ്റിംഗ് ശരാശരിയിൽ 3834 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം നാട്ടിലെത്തുന്ന ഇംഗ്ലണ്ടുമായി ഇന്ത്യ ഏകദിന പരമ്പരയിൽ കളിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ICC ചാമ്പ്യൻസ് ട്രോഫിയും വരാൻ പോവുകയാണ്. ഈ ടീമുകളിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് സഞ്ജുവിന് അനിവാര്യമാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇത്തവണ ഗ്രൂപ്പ് ഇയിലാണ് കേരളം കളിക്കുന്നത്. ഡിസംബർ 23-ന് ബറോഡയ്ക്കെതിരെയാണ് ടൂർണമെന്റിൽ കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബർ 26-ന് അവർ മധ്യപ്രദേശിനെ നേരിടും. ഡിസംബർ 28-ന് ഡൽഹിയെ നേരിടുന്ന കേരളം ഡിസംബർ 31-ന് ബംഗാളിനെതിരെ കളിക്കുന്നതായിരിക്കും. ജനുവരി 7-ന് ത്രിപുരയ്ക്കെതിരെയും ജനുവരി 5-ന് ബീഹാറിനെതിരെയും സഞ്ജുവും സംഘവും കളിക്കുന്നതായിരിക്കും. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച ഇനിയുള്ള പോരാട്ടം നിർണായകമാണ്. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പോരാട്ടത്തിൽ 2 സെഞ്ചുറി അടിച്ച് തിളങ്ങിയ സഞ്ജുവിനെ സംബന്ധിച്ച വരും മത്സരങ്ങൾ നിർണായകമാണ്. അന്താരാഷ്ട്ര മത്സരത്തിൽ ഇനി സഞ്ജു തിരിച്ചെത്തുമ്പോൾ അതേ പ്രകടനം തന്നെ പുലർത്തേണ്ടതായുണ്ട്. സെലക്ടർമാരെല്ലാം തന്നെ സഞ്ജുവിന്റെ ഓരോ പ്രകടനങ്ങളെയും ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. ഓപ്പണർ എന്ന നിലയിൽ സഞ്ജു ഇപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ. പക്ഷേ ആഭ്യന്തര മത്സരത്തിലേക്ക് എത്തിയപ്പോൾ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ മാത്രമേ സഞ്ജുവിന് തിളങ്ങാനായിട്ടുള്ളൂ. ഇവിടെ സഞ്ജുവിന്റെ ഓരോ പ്രകടനവും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്.